നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. സാധാരണ നമ്മുടെ വീട്ടിലെ ഫ്ലോറിലും ടേബിളിന്റെ മുകളിലും ഒക്കെ ഇടാനായിട്ട് നമ്മൾ മാറ്റ് പുറത്തുനിന്ന് വാങ്ങുകയാണല്ലേ പതിവ്. എന്നാൽ ഇന്ന് അല്പം വ്യത്യസ്തമായി മാറ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയാലോ? ടേബിളിൽ വെക്കാനാകുന്ന ചെറിയ മാറ്റാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ലെഗിൻസ്, സൂചി, നൂല്, കത്രിക എന്നിവ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ മാറ്റ് തയ്യാറാക്കാൻ പഴയ 2 ലെഗിൻസ് നമുക്ക് ആവശ്യമാണ്. ലെഗിൻസ് എടുത്ത ശേഷം താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം കത്രിക വെച്ച് ഇതുപോലെ മുറിച്ചു കൊടുക്കണം. മുറിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നുണ്ടാവുക. 2 സൈഡും ഇതുപോലെ മുറിക്കണം. ഇനി ഇത് 2 ഭാഗങ്ങളാക്കി എടുക്കാം. അതിനുശേഷം ഒരു കാലിന്റെ തന്നെ മുറിച്ചെടുത്ത 2 ഭാഗങ്ങളും നീളത്തിൽ വെച്ചതിന് ശേഷം ഒരുമിച്ച് തയ്ച്ച് യോജിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് കിട്ടും. ഇതുപോലെ ഒരെണ്ണം കൂടി നമുക്ക് വേണം. ഇവിടെ ഒരു ലെഗിൻസിന്റെ 2 കാലുകളും നമ്മൾ ഇതുപോലെ വെട്ടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ലെങ്തി തുണികളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ അടുത്ത കളറിലുള്ള ലെഗിൻസ് നമുക്ക് മുറിച്ചെടുത്ത് തുന്നിയെടുക്കണം. ഇവിടെ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി തയ്ച്ചു വെച്ചിരിക്കുന്ന 3 തുണികളും എടുത്ത് ഇതേപോലെ പിടിക്കുക. ക്രീം കളർ തുണി നടുക്ക് വരുന്ന രീതിയിൽ വെക്കണം. നീല നിറത്തിലുള്ള 2 തുണികളും 2 സൈഡിലും വരണം. ഈ തുണികളുടെ ഏറ്റവും മുകളിലായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ സൂചിയും നൂലും ഉപയോഗിച്ച് ഇത് തുന്നിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഇത് മുടി പിന്നും പോലെ നമുക്ക് പിന്നിയെടുക്കാം. ഇത് പിന്നുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നുമില്ലെന്ന് ഉറപ്പാക്കണം. ഇവിടെ വളരെ ഈസി ആയി പിന്നി കഴിഞ്ഞു. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തതായി ഇനി ഇതിങ്ങനെ ചുറ്റിയെടുക്കണം. ഇതുപോലെ ചുറ്റിയെടുത്ത ശേഷം ഇത് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. കൂടുതൽ വലിയ മാറ്റ് തയ്യാറാക്കണമെങ്കിൽ നീളം കൂടിയ തുണി ഉപയോഗിച്ചാൽ മതിയാകും. ടേബിളിൽ വെക്കാനൊക്കെ സാധിക്കുന്ന ക്യൂട്ട് ആയിട്ടുള്ള മാറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്കിത് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും പഴയ തുണികൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.